നമുക്ക് ഈ 20-30 രൂപ കൊടുത്ത് കിട്ടുന്ന പലതായിട്ട്, അതായത് ചെറുതായിട്ട് മുറിച്ചിരിക്കുന്ന ആ ഒരു ഫ്ലേക്സ് എന്തുമാത്രം ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ അതിനകത്തുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. ഈ ഒരു 30 രൂപ കൊടുത്ത് മേടിക്കുന്ന ഈ SYAL എന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പേര് പറയാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. പേരിനെ തിരിച്ചിട്ടാണ്. അപ്പോൾ അതുപോലത്തെ സാധനങ്ങൾ മേടിച്ച് കഴിക്കുമ്പോൾ ഒരു 30 രൂപയുടെ മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം ഒരു പൊട്ടാറ്റോ കാണും. ഓക്കെ, ആ ഒരു പൊട്ടാറ്റോനെ പലതായിട്ട് അരിഞ്ഞാണ് ഇത്രയും ചെറിയ സ്ലൈസുകളാക്കി അവരിട്ടേക്കുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് ഓയിൽ കാണും. ഏത് ഓയിലാണെന്ന് ആർക്കും അറിയത്തില്ല. അതുപോലെ തന്നെ കുറേ പ്രിസർവേറ്റീവ്സ് കാണും. പിന്നെ ടേസ്റ്റ് മേക്കേഴ്സ് കാണും. ഈ ഒരു ടേസ്റ്റ് ഒരിക്കലും നമുക്ക് നാച്ചുറലായിട്ട് അവൈലബിൾ ആകുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം നമ്മളത് മേടിക്കുമ്പോൾ ഒരു കാര്യം, ഈ ചീപ്പായിട്ട് പെട്ടെന്ന് റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ആലോചിക്കുക. നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് കൂട്ടാൻ വളരെയധികം സാധ്യതയുണ്ട് അടുത്ത കാലത്ത് തന്നെ.